നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സ്റ്റേറ്റ് മാനേജ്മെന്റ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിൽ നമ്മളൊരു ചെറിയ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിരുന്നു. സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യുക എന്ന് നോക്കിയിരുന്നു. ദെൻ എന്തൊക്കെയാണ് അതിന്റെ പോരായ്മ എന്നും ഞാൻ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ആ പോരായ്മകളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് ആണുള്ളത്, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് സ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്രൊവൈഡർ എന്നുള്ള പാക്കേജ് ആണ്. ആൻഡ് അത് കൂടാതെ തന്നെ ഇതിൽ ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് മാനേജ് ചെയ്യാം. ബട്ട് നോർമലി എല്ലാവരും തന്നെ അത് പ്രിഫർ ചെയ്യാറില്ല. നിങ്ങൾക്ക് അതിലും ഈസിയസ്റ്റ് വേ വേറെ ഉള്ളപ്പോൾ നമ്മൾ ആ ഒരു ടഫസ്റ്റ് വേയിലേക്ക് പോകാറില്ല. ബട്ട് യു ക്യാൻ യൂസ് ദാറ്റ്. അതെന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ബട്ട് പ്രൊവൈഡർ ആയിരിക്കും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ സെയിം എക്സാമ്പിളിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ സീരീസിൽ ഞാനൊരു 4 to 5 വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് നമ്മൾ ഇതേ എക്സാമ്പിൾ നമ്മൾ ബ്ലോക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഒരു വലിയ എക്സാമ്പിൾ എടുത്തിട്ട് ഒരു വലിയ ആപ്പ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനകത്ത് എങ്ങനെയാണ് പ്രൊവൈഡർ വെച്ച് വർക്ക് ചെയ്യുന്നത്, ദെൻ ആ സെയിം ആപ്ലിക്കേഷൻ നമ്മൾ ബ്ലോക്ക് വെച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. ഇതാണ് നമ്മളുടെ ഈ സീരീസിലെ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ആപ്പ് ബിൽഡ് ചെയ്തു. അത് കാണാത്തവർക്ക് വേണ്ടിയാണ്. ഒരു ആപ്പ് ബിൽഡ് ചെയ്തു. ആ ആപ്പിനകത്ത് രണ്ട് സ്ക്രീൻ ഉണ്ടായിരുന്നു. ഒന്ന് ദിസ് ഇസ് എ സ്ക്രീൻ ആൻഡ് യു ഹാവ് അനദർ സ്ക്രീൻ. രണ്ടാമതൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇവിടെ എനിക്കൊരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഉണ്ടായിരുന്നു. Okay, this is a floating action button. Then you have some list items here. Sorry, you have some list items like ഞാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? യു നീഡ് ടു ആഡ് സംതിങ് ടു യുവർ ലിസ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്പർ ലിസ്റ്റ് ആണ് ഉപയോഗിച്ചത്, അത് ഇൻക്രിമെന്റ് ചെയ്യുക ചെയ്തിരുന്നത്. ദെൻ ടോട്ടൽ കൗണ്ട് നമ്മൾ ഇവിടെ കാണിച്ചിരുന്നു. ദെൻ ഇവിടെ ആപ്പ് ബാറിൽ നിന്നും അതല്ലെങ്കിൽ ഈ പേജിൽ നിന്നും നമ്മൾ ഈ പേജിലേക്ക് പോവുകയാണ്. ആൻഡ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വി ജസ്റ്റ് പാസ് ദ ലിസ്റ്റ്. കറണ്ട് ലിസ്റ്റ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ എക്സാക്ട്ലി ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തത്. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാസ് ചെയ്ത് കിട്ടിയ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഐ എം ഗോയിങ് ടു അപ്ഡേറ്റ് ദിസ്. ഓക്കെ, സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണ് ഉപയോഗിച്ചത്. അതനുസരിച്ച് യു ഐ ബിൽഡ് ചെയ്ത് വരും. യു ഐയിൽ പുതിയ അല്ലെങ്കിൽ പുതിയ ഐറ്റംസ് ലിസ്റ്റ് ബിൽഡറിൽ ആഡ് ചെയ്ത് വരും. കൗണ്ട് ഇവിടെ എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ ഇതിലുള്ള ഇഷ്യൂ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പേജിൽ നിന്നും ഇവിടെ നോക്കുമ്പോൾ ദിസ് ഇസ് ഓക്കെ, ഇവിടുന്ന് അപ്ഡേറ്റ് ആവുന്നു, ഇവിടെയൊക്കെ അപ്ഡേറ്റ് ആവുന്നു. ഓക്കെ, ദെൻ ഇവിടെ യു ഹാവ് ദ സെയിം ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഹിയർ. ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം ഈ ലിസ്റ്റ് രണ്ടാമത്തെ പേജിൽ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഇൻക്രിമെന്റ് ദിസ്. അതനുസരിച്ച് ടൈലൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ ലിസ്റ്റ് ഇപ്പുറത്തെ പേജിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ആ ലിസ്റ്റാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഇഷ്യൂ ഇതാണ്. നമ്മൾ ഈ പേജിൽ നിന്നും തിരിച്ച് ഒരു ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരിച്ചു പോയി കഴിയുമ്പോൾ ഇവിടെ ഇപ്പൊ കറന്റ്ലി കൗണ്ട് 17 ആണ്. ഓക്കെ, ഇങ്ങോട്ട് വന്നപ്പോൾ 14 ആയിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ഇൻക്രിമെന്റ് ചെയ്തു. നൗ യുവർ കൗണ്ട് ഈസ് 15 ആൻഡ് ഇഫ് യു ഗോ ബാക്ക് ഹിയർ, ഇവിടെ ഈസ് സ്റ്റിൽ 14. ബിക്കോസ് ഇവിടെ ഹാപ്പൻ ചെയ്ത ആ സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ പേജ് എന്ത് ചെയ്തില്ല, ഈ പേജിനത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദാറ്റ് മീൻസ് യുവർ സ്റ്റേറ്റ് ഈസ് നോട്ട് മെയിൻറ്റെയിൻ പ്രോപ്പർലി. അപ്പോൾ ഈ ഇഷ്യൂ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഇഷ്യൂ ടാക്കിൾ ചെയ്യാൻ വേണ്ടി, ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു സെറ്റ് സ്റ്റേറ്റ് അല്ലാത്ത ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ടെക്നിക്ക് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു കോണ്ടാക്സിലേക്ക് വരുന്നതാണ് എന്ത്? ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനീഷ്യലി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കറണ്ട് കോണ്ടെക്സ്റ്റ് ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് സെറ്റ് സ്റ്റേറ്റ് വെച്ചിട്ട് ഈ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് എന്താണെന്നാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ മേ ബി കുറച്ച് കാര്യങ്ങൾ നോട്ട് പാഡിൽ സ്ക്രിബിൾ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ മേ ബി ഇതേപോലെ പെയിന്റിൽ ഞാൻ സ്ക്രിബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ബോറിംഗ് ആയി ഫീൽ ചെയ്യുന്നതിന് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് നമ്മളൊരു തിയററ്റിക്കൽ ബേസിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് അറിയാണ്ട്. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ആപ്പൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇഫ് സമ്മൺ ആസ്ക് യു, അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്,
എന്താണ് ഇതിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ്, എന്താണ് സ്റ്റേറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സെറ്റ് സ്റ്റേറ്റ് എന്താണ്, അപ്പൊ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് അടുത്തെന്താന്ന് നോക്കാം. നമുക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തത് ഒരു പേജിൽ നിന്നും ഒരു കാര്യത്തെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇത് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് അപ്പോൾ ഇതിനെ ആ അപ്ഡേറ്റ് ചെയ്ത എൻറ്റിറ്റിയെ നിങ്ങൾക്കൊന്ന് ഐസൊലേറ്റ് ചെയ്യണമെന്നാണ്. ഓക്കെ, ഈ എൻറ്റിറ്റിയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആ വിഡ്ജറ്റ് ട്രീയിലെ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ചിനെ കുറിച്ച് അറിവുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ആ വിഡ്ജറ്റ് ട്രീയിലെ ഉള്ള എല്ലാ നോഡ്സിനും എന്ത് ചെയ്യണം, ഈ ഈ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ആയി എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റണം. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കാം. മേ ബി നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മൾ തീം ഒക്കെ എഴുതുന്നുണ്ടായിരിക്കും. അതായത് തീം ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ആൻ ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ്. അതായത് തീം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എവിടെ എഴുതും, ലെറ്റ് മീ റൈറ്റ് ഇറ്റ്. ഓക്കെ, നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയില് നമ്മൾ മെയിൻ ഡോട്ട് ഡാർട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെ കണ്ടു തീം ഡാറ്റ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ ക്ലാസ്. ഓക്കെ, ഈ ഈ ക്ലാസ് ദിസ് ഇസ് ആക്ച്വലി ആൻ ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ്. ഇവിടെ ഇത് ഈ മെറ്റീരിയൽ ആപ്പിലുള്ള അല്ലെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടും. അതായത് ഇപ്പൊ നോക്കിയാൽ കാണാം, ഇപ്പൊ ഞാൻ ഐക്കൺ അല്ലെങ്കിൽ ആപ്പ് ബാർ തീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആപ്ലിക്കേഷനകത്ത് എവിടെയൊക്കെ ആപ്പ് ബാർ നിങ്ങൾ ആഡ് ചെയ്താലും അതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? അതായത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? അതായത് നമ്മൾ ഒരു മെറ്റീരിയൽ ആപ്പിൽ തീം എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നിങ്ങൾ ഈ പ്രൊജക്റ്റിനകത്ത് സ്കഫോൾഡ് എടുത്തു, ഫസ്റ്റ് പേജിൽ അവിടെ ഒരു ആപ്പ് ബാർ ആഡ് ചെയ്തു, ദെൻ ദ കളർ ഇസ് പേർപ്പിൾ. ദെൻ ഇഫ് യു ഹാവ് അനദർ പേജ്, വേറൊരു പേജ് എടുത്തു, അവിടെ ആപ്പ് ബാർ ആഡ് ചെയ്തു, അതിന്റെ കളർ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി പേർപ്പിൾ. ബിക്കോസ് അതിന് കാരണം ഇതാണ്, ഈ തീം ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, തീം ഡാറ്റ ഈ വിഡ്ജറ്റ് ട്രീയില് എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കൺസ്യൂം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ആൻ ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടാക്കി ആ ക്ലാസ്സിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ്സിന് ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കി ആ ക്ലാസ്സിനെ നിങ്ങൾക്ക് അതൊരു പാരന്റ് ബിഡ്ജറ്റ് ആയി കൊടുത്ത് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റേറ്റ് മാനേജ് ചെയ്യാം. ബട്ട് അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി കാരണം തന്നെയാണ് എന്ത് ചെയ്തത്, ഈ പ്രൊവൈഡർ എന്നുള്ള പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിക്കോസ് അതിനകത്ത് ഉള്ള കോംപ്ലക്സിറ്റി ഇതാണ്, ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്ന അറിയാൻ വേണ്ടി നമ്മൾ മെത്തേഡ്സ് എഴുതണം. ദെൻ ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡുകൾ എഴുതണം. അപ്പൊ അത്തരം കോംപ്ലക്സിറ്റികളെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പാക്കേജ് ആണ് എന്ത്, ഈ പ്രൊവൈഡർ എന്നുള്ള പാക്കേജ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ് മോഡൽ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ശരിക്കും എന്ത്, ഈ പ്രൊവൈഡർ എന്നുള്ള പാക്കേജ്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം, അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ കാര്യം എങ്ങനെയാണ് പ്രൊവൈഡർ വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ പ്രൊവൈഡറിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അത് ആദ്യം എന്താന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ആക്ച്വലി ഗോയിങ് ടു റൈറ്റ് ദ കോഡ്. ഓക്കെ, അപ്പോൾ ആ ബേസിക് ടെർമിനോളജീസ് നിങ്ങളൊന്ന് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലിറ്ററലി റൈറ്റ് എനി കോഡ്. ഏത് പ്രൊജക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡർ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ബേസിക് ടെർമിനോളജിയും ബേസിക് പ്രിൻസിപ്പിളും ഒന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കോൺഫിഡൻ്റ്ലി റൈറ്റ് കോഡ്സ്. അല്ലെങ്കിൽ പ്രൊവൈഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് ആപ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് പ്രൊവൈഡർ. ദെൻ പ്രൊവൈഡർ പാക്കേജിന്റെ ആ ബേസിക് ടെർമിനോളജീസ് എന്താണ്, ദെൻ എന്തൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡർ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു ക്ലീൻ ആർക്കിടെക്ചർ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് LIBയിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ആക്ച്വൽ കോഡ് ചെയ്യുമ്പോൾ ആ ക്ലീൻ ആർക്കിടെക്ചർ ഫോളോ ചെയ്യണം. അതായത് പ്രൊവൈഡർ എന്നൊരു ഫോൾഡർ ഉണ്ടായിരിക്കും, അതിനകത്തായിരിക്കും ഇതൊക്കെ കിടക്കുന്നത്. ദെൻ ഇതേപോലെ ഇപ്പൊ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ യു ഹാവ് ടു ഫോളോ ദാറ്റ് ഫോൾഡർ സ്ട്രക്ചർ. ഐ ഹാവിൻ ഡൺ എനി വീഡിയോ അബൌട്ട് ദാറ്റ്, ബട്ട് ഫ്യൂച്ചറിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം, അതായത് എന്താണ് ആ ഫോൾഡർ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്ലീൻ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നമ്മുടെ പർപ്പസിന് വേണ്ടി ഈ സ്റ്റേറ്റ് മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി സിംപിളി ഇതിനകത്ത് തന്നെ ആ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. പ്രൊവൈഡർ ഒരു തേർഡ് പാർട്ടി പാക്കേജ് ആണ്.
അപ്പോൾ നമുക്ക് നമ്മളുടെ ആപ്പിനകത്ത് പ്രൊവൈഡർ ഫങ്ഷണാലിറ്റി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സി നമ്മൾ ആദ്യം ദിസ് പ്രൊവൈഡർ പാക്കേജ് എന്ത് ചെയ്യണം? പബ് സ്പെക്കിൽ ആഡ് ചെയ്യണം. സി വെരി സിമ്പിൾ, യു ക്യാൻ യൂസ് ദ കമാൻഡ് പബ്. You know how to take the terminal, then flutter pub add provider. Okay, this will add provider to your pub spec. Let me do it. Okay, take the pub spec file, and there is no dependency called provider here. See, ഇതിനകത്ത് ഓൾറെഡി ഒരു ഡിപ്പെൻഡൻസി ബൈ ഡീഫോൾട്ട് ഇവിടെ ഉണ്ടാവും, വേറെ ഡിപ്പെൻഡൻസി ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, പുതിയ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പബ് ഡെവിൽ പോയിട്ട് നിങ്ങൾക്ക് പാക്കേജ് നെയിം കോപ്പി ചെയ്ത് കൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്, ഇഫ് യു നോ ദ പാക്കേജ് നെയിം, use the command flutter pub add provider. Okay, press enter, and this will automatically fetch that package and add that line here. ഇവിടെ എന്ത് ചെയ്യും? ആ ഒരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ നമുക്ക് മാനുവലി വരുന്ന എറേഴ്സ് ഒക്കെ അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ YAML ഫയലാണ്, ആൻഡ് YAML ഫയലിലെ കോഡ് ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇൻഡന്റേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ സ്പേസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ അത്തരം മാനുവൽ എറേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? You can avoid. Now you can see the provider എന്നുള്ള package automatically add ചെയ്ത് with the latest version number. Now your one requirement is complete. That means you need to add provider to your pubspec file. Okay. Then ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊവൈഡർ പാക്കേജിനകത്തുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ ആ ലൈബ്രറിക്കകത്തുള്ള ഫംഗ്ഷനാലിറ്റികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആൻഡ് ബിഫോർ ഡൂയിങ് ദാറ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നമുക്കൊരു സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഒരു ഈവന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ നമുക്ക് യു നീഡ് ടു നോട്ടിഫൈ ദാറ്റ് ദിസ് ഈവന്റ് ഈസ് ഹാപ്പൻഡ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നമുക്ക് ഈ ഈവന്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അതല്ലെങ്കിൽ ഈ ഈവന്റിലെ ഡാറ്റ കൺസ്യൂം ചെയ്യുന്ന ആ വിഡ്ജറ്റുകളെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അവരോട് കൺവേ ചെയ്യണം. Say this event is happened, you need to update your data accordingly എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നമുക്ക് ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം? കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പൊ നമ്മളൊരു ഇപ്പൊ നമ്മള് സെനാരിയോ എന്ന് വെച്ചാൽ ബട്ടൺ ക്ലിക്ക് ആണ്, അതായത് ആ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ലിസ്റ്റിനകത്തുള്ള നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. നമ്മളെ കയ്യിൽ ഒരു നമ്പേഴ്സ് ലിസ്റ്റ് ഉണ്ട്. ഈ നമ്പേഴ്സ് ലിസ്റ്റിൽ എന്ത് ചെയ്യണം? യു നീഡ് ടു അപ്ഡേറ്റ് ഇറ്റ്. അതിലെ ലാസ്റ്റ് ഇൻഡെക്സ് എടുത്തിട്ട് വി നീഡ് ടു ടേക്ക് ദ ലാസ്റ്റ് ഐറ്റം എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ദ ലിസ്റ്റ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാര്യം നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ആ ബട്ടൺ ക്ലിക്കിനകത്ത് നമ്മൾ കോഡ് എഴുതുകയാണ് ചെയ്തത്. ഈ സ്റ്റേറ്റ് അവിടെയാണ് മാനേജ് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫങ്ഷണാലിറ്റി നമ്മൾ ഇവിടുന്ന് ഐസൊലേറ്റ് ചെയ്യാം. നമ്മൾ വേറൊരു ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യാണ്? ഈ ഒരു മെത്തേഡ് എഴുതി വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ദെൻ ഇത് ഹാപ്പൻ ചെയ്തു എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ളവരെ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് ഈ പ്രൊവൈഡർ പാക്കേജ് കുറെ എസ്പെഷ്യലി ഒരു 3 എൻറ്റിറ്റീസ് അല്ലെങ്കിൽ യു ക്യാൻ സേ ഒരു 4 എൻറ്റിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ചേഞ്ച് നോട്ടിഫയർ എന്നുള്ളതാണ്, വേറൊന്ന് ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ എന്നുള്ളതാണ്, വേറൊന്ന് കൺസ്യൂമർ എന്നുള്ളതുണ്ട്, പിന്നെ ഒന്ന് പ്രൊവൈഡർ ഓഫ് എന്നുള്ളതുണ്ട്. അപ്പൊ ഇത്രയും ഈ 3 ടെർമിനോളജീസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ ഫസ്റ്റ് ടേക്ക് ദ ചേഞ്ച് നോട്ടിഫയർ. എന്താണ് ചേഞ്ച് നോട്ടിഫയർ എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ചേഞ്ച് നോട്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് മീ കോപ്പി ആൻഡ് പേസ്റ്റ് സം ലിറ്ററേച്ചർ ഹിയർ. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഈസ് ചേഞ്ച് നോട്ടിഫയർ. ദിസ് one should be extended to provide an object that can be used to send change notification to its listeners. Maybe ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഐ നോ. ഇത് വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവും. ദാറ്റ് മീൻസ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതായത് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിനകത്താണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഐ എം ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദ ലോജിക്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് ഈ ചേഞ്ച് നോട്ടിഫയർ ക്ലാസ്സിൽ നിന്നുമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ക്ലാസ് എഴുതാണ്. ആ ക്ലാസ്സിന്റെ പേര്, ഇതൊരു പ്രൊവൈഡർ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ, ഇതല്ലാത്തൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്,
See, I'm going to create a class like this. See, let me write something here. I'm going to write a class. Okay, this is not a dart file. This is just a text file. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ കളർ കോഡിംഗ് ഒന്നും ഇല്ലാത്തത്. ഓക്കെ, ഞാനൊരു ക്ലാസ് എഴുതി. ക്ലാസ് cat provider extends change notifier and this is your change notifier. This is a class. ഈ ക്ലാസ് എന്ത് ചെയ്യും, എന്തായിരിക്കും ചെയ്യുക, അതായത് ഈ ചേഞ്ച് നോട്ടിഫയർ എന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ സെൻഡ് നോട്ടിഫിക്ക അല്ലെങ്കിൽ ഇതിനകത്തുള്ള ലിസണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇത് ലിസണേഴ്സ് മീൻസ് ഇത് ലിസൺ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ടല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന വിഡ്ജറ്റുകൾ ഉണ്ട് അവിടെ. ആ വിഡ്ജറ്റുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോം ചെയ്യാൻ പറ്റും എന്ത്, ആൻഡ് സംതിങ് ഇസ് ഹാപ്പൻ ഹിയർ. ഓക്കെ, ആൻഡ് സംതിങ് ഇസ് ഹാപ്പൻ ഹിയർ, ഡു ദ ചേഞ്ചസ് ഇൻ യുവർ വിഡ്ജറ്റ്, അല്ലെങ്കിൽ യു ഐയിൽ ആ ചേഞ്ച് ചെയ്യാൻ അവരെ നോട്ടിഫൈ ചെയ്യുന്ന ക്ലാസ് ആണിത്. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്നുമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നേക്കുന്നത് കാറ്റ് പ്രൊവൈഡർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യു ഹാവ് എ വേരിയബിൾ കോൾ നെയിം സംതിങ്, കാറ്റ് നെയിം. Then you have a getter function here. You know what is getter and setter, and this is setter function. Okay, and here we are writing the logic. Okay, then you can see something here, notify listeners, and this is what actually notify the widgets that something is happened in this logic, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, and do the appropriate changes in your widget tree. ഈ കാര്യം ചെയ്യുന്നത് ഈ നോട്ടിഫൈ ലിസണേഴ്സ് ആണ്. അപ്പൊ നോട്ടിഫൈ ലിസണർ എന്ന് പറയുന്നത് that is a method that is coming from that change notifier class. Then change notifier provider എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട്. It has changes from change notifier. That means child widget can access the state of object and listen the changes. That അതെന്താ ചില ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ആണ്. അത് വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുണ്ടാവില്ല. അതായത് മേ ബി അതന്നെ ആയിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ട്. ഇനീഷ്യലി ആസ് എ ബിഗിനർ തുടങ്ങുമ്പോൾ എന്താണ് ഇതൊക്കെ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഇത്രയും ഓർത്താൽ മതി. നമ്മള് ഈ ഏത് വിഡ്ജറ്റ് ട്രീ ആണോ ഇതിൽ ഏത് ആപ്പാണോ ഇത് ലിസൺ ചെയ്യേണ്ടത്, നോർമലി നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും, മെറ്റീരിയൽ ആപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഷുഡ് റിട്ടേൺ എ മെറ്റീരിയൽ ആപ്പ്. അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്, നമ്മളെല്ലാവരും അങ്ങനെ എഴുതുന്നത്. അതായത് റൺ ആപ്പിലേക്ക് കോൾ ചെയ്ത ക്ലാസിന്റെ റൂട്ട് എലമെന്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും, യു ഹാവ് സംതിങ് കോൾഡ് മെറ്റീരിയൽ ആപ്പ്. അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പോ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ഈ മെറ്റീരിയൽ ആപ്പ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം വി ആർ ഗോയിങ് ടു റിട്ടേൺ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ എന്നുള്ള ഒരു ക്ലാസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ക്ലാസ്സിന് ആക്ച്വലി 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന്, യു ഹാവ് ടു ക്രിയേറ്റ് ദ പ്രൊവൈഡർ, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡർ പാസ് ചെയ്ത് കൊടുക്കണം. ദെൻ പിന്നുള്ളത് ചൈൽഡ് ആണ്. ചൈൽഡ് ഈസ് ഒബ്വിയസ്ലി എ മെറ്റീരിയൽ ആപ്പ്. അപ്പൊ നമ്മൾ ഈ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡറിലേക്ക് പാസ് ചെയ്ത പ്രൊവൈഡർ എന്ത് ചെയ്യും, ദാറ്റ് വിൽ ഇൻഹെറിറ്റ്. അതെന്ത് ചെയ്യും, കംപ്ലീറ്റ് ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്ത്, കംപ്ലീറ്റ് ക്ലാസ് അല്ല, കംപ്ലീറ്റ് ആ വിഡ്ജറ്റ് ട്രീയിൽ മൊത്തം എന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള എല്ലാ വിഡ്ജറ്റുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനാണോ ഇതിനെ കൺസ്യൂം ചെയ്യേണ്ടത് അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺസ്യൂം ചെയ്യും. ഐ വിൽ ഷോ യു എ ഫിഗർ, then you will get a better understanding what is happening there. Okay, let me take an image. Okay, now you can see an image here. You have a provider, this is our provider. Then you have the root element widget. Then അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം ആ വിഡ്ജറ്റിന്റെ 2 ചൈൽഡ് ഉണ്ട്. ദാറ്റ് ഈസ് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ മെറ്റീരിയൽ ആപ്പ്. ദെൻ ഇവിടെ കണ്ടോ, പ്രൊവൈഡറിൽ ഞാനൊരു ഒരു വാല്യൂ, ദാറ്റ് മീൻസ് ഒരു പ്രൊവൈഡർ പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഒരു യെല്ലോ കളറിൽ കുറെ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് കൺസ്യൂമർ വിഡ്ജറ്റുകൾ ഉണ്ട്. അതായത് ഈ വാല്യൂ കൺസ്യൂം ചെയ്യുന്ന വിഡ്ജറ്റ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈ വാല്യൂ പാസ് ചെയ്ത് എവിടെയാണ്, ദ റൂട്ട് എലമെന്റ് അല്ലെങ്കിൽ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡറിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പ്രൊവൈഡർ പാസ് ചെയ്തത്. ആ പ്രൊവൈഡർ എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദിസ് വിഡ്ജറ്റ് ട്രീ ആൻഡ് എനി നോഡ്. ഇതിനകത്തുള്ള ഏത് നോഡിലും എവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ എവിടുന്നാണോ നിങ്ങൾ ഇത് എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്, അവിടെ അതിന്റെ കറണ്ട് വാല്യൂ എന്താണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് സംബഡി ചേഞ്ചസ്, ഏതെങ്കിലും ഒരു കൺസ്യൂമർ വിഡ്ജറ്റ് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിഫ്ലക്ട് ഇൻ എവറി അതർ ഏരിയാസ്, അല്ലെങ്കിൽ വേറെ വിഡ്ജറ്റ് അല്ലെങ്കിൽ വേറെ UI എലമെന്റിലും. ആക്ച്വലി ദിസ് എ UI.
ബിക്കോസ് ഇറ്റ്സ് എ വിഡ്ജറ്റ് ട്രീ. അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ എക്സാക്ട് ചേഞ്ച് എന്ത് ചെയ്യും, ഒരേപോലെ എല്ലായിടത്തും എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരിക്കും, ഒരു സ്ക്രീനിൽ ചേഞ്ച് ചെയ്തു, അപ്പുറത്തെ സ്ക്രീനിൽ വരുമ്പോൾ അവിടുന്ന് ചേഞ്ച് ചെയ്തു, ദെൻ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ഈ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഈ രീതി ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സോൾവ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ചേഞ്ച് നോട്ടിഫയർ എന്താന്ന് പറഞ്ഞു, ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ എന്താന്ന് പറഞ്ഞു, ദെൻ കൺസ്യൂമർ എന്നുള്ള വിഡ്ജറ്റ് ഉണ്ട്. കൺസ്യൂമർ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും, ഒബ്വിയസ്ലി കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് വിഡ്ജറ്റ് ട്രീയിൽ എന്ത് ചെയ്യും, ഏത് വിഡ്ജറ്റ് ആണോ ഇതിനെ കൺസ്യൂം ചെയ്യേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യും, റാപ്പ് വിത്ത് എ കൺസ്യൂമർ വിഡ്ജറ്റ്. ദെൻ പ്രൊവൈഡർ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് എലമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റൂട്ട് എലമെന്റ് മെറ്റീരിയൽ ആപ്പ് ആണ്, ഇനി പ്രൊവൈഡർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ റൂട്ട് എലമെന്റ് എന്തായിരിക്കും, ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ ആയിരിക്കും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡർ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ പ്രൊവൈഡർ എന്ത് ചേഞ്ചിനെയാണോ അത് ലിസൺ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ വാല്യൂ ആ വിഡ്ജറ്റ് ട്രീയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻഹെറിറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇനി പിന്നുള്ളത് നമ്മൾ നോട്ടിഫൈ ലിസണർ എന്നുള്ള ഒരു ഫംഗ്ഷൻ പറഞ്ഞു, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ക്ലാസ് ചേഞ്ച് നോട്ടിഫയർ. അപ്പൊ നമ്മൾ പ്രൊവൈഡർ ക്ലാസ് ഉണ്ടാക്കി അതിന്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ലോജിക് എഴുതാൻ പോകുന്നത്. ആ ലോജിക്ക് എവിടെയാണോ നിങ്ങൾ ലോജിക്ക് എഴുതിയത് അതിനെ എന്ത് ചെയ്യണം, ആ മെത്തേഡിനകത്ത് എന്തുണ്ടാവും, ചേഞ്ച് നോട്ടിഫയർ ലിസണർ കാണും. അങ്ങനെ ആ മെത്തേഡിൽ എന്തെങ്കിലും കാര്യം അതിലുള്ള വാല്യൂല് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ചേഞ്ച് നോട്ടിഫയർ ലിസണർ വിൽ ഇൻഫോം ദാറ്റ് ആൻഡ് ഹേ ദാറ്റ് ഇസ് ചേഞ്ച്, ഗോ ആൻഡ് അപ്ഡേറ്റ് യു ഐ എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ കൺസ്യൂമർ വിഡ്ജറ്റ് എന്ത് ചെയ്യും, എവിടെയാണോ ആ ചേഞ്ചസിനെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇതിനെ കൺസ്യൂം ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കൺസ്യൂം ഇറ്റ്. ആൻഡ് ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് ആക്ച്വലി ഇപ്പൊ നമ്മൾ കുറെ തിയറിയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ കറക്റ്റ് ഇറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും, ഒബ്വിയസ്ലി മിസ്റ്റേക്ക് ഉണ്ടാവും, നോബഡി ഈസ് പെർഫെക്റ്റ്. സോ ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇതാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രൊജക്ട് തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ now you can see it is 7 and it is 8. Okay, and if you go to the next page you'll obviously get the 8 value 8 there, and you can update values from there. See, I'm going to click here. Now it is 9. ഇതിവിടെ എന്ത് ചെയ്യും, 9 ആവും. My emulator is a bit slow. Okay, ഇതിവിടെ 9 ആവും. Then ഇവിടുത്തെ ഇഷ്യൂ നമ്മൾ കണ്ടതാണ്. If you go back, അതായത് ഇവിടെ 9 ആയി തിരിച്ച് എവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ബാക്കിൽ ഇതിന്റെ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് പേജിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ദാറ്റ് ഈസ് 8. ഓക്കെ, ഞാനിവിടെ one more. Now it is 9 and go back. ഇതിന്റെ പ്രീവിയസ് പേജിലേക്ക് പോയി ആൻഡ് സ്റ്റിൽ ദാറ്റ് ഈസ് 8. ആക്ച്വലി ഈ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, 9 ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ് പ്രൊവൈഡർ. സോ അതിന് നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് ചെയ്യണം, യു ഹാവ് ടു ക്രിയേറ്റ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫോൾഡർ ഹിയർ and it is called, you can give it as provider. Okay, then inside that provider folder I'm going to create a file that is number list provider. It's a dot file. Okay, then ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് നോട്ടിഫയറിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. Okay, so I'm going to create a class here, class number list. ഇതൊരു പ്രൊവൈഡർ ക്ലാസ് ആയതുകൊണ്ട് append that name provider. Okay, നമ്മൾ മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഴ്സൺ മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സൺ മോഡൽ എന്നായിരിക്കും ആ ക്ലാസ്സിന്റെ പേര്. അതൊരു മോഡൽ ക്ലാസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ആൻഡ് അതേപോലെ ഇതൊരു പ്രൊവൈഡർ ക്ലാസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി we'll append that name provider here. Then this is extends from which class, your change notifier, and this is the class change notifier.
and this is coming from your provider package, and you have to import. Okay, ഈ ക്ലാസ്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ലോജിക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ നീഡ് ടു ഹാവ് ദാറ്റ് ലിസ്റ്റ് കോമൺ ഹിയർ. നമ്മളിപ്പോൾ ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് ആ ലിസ്റ്റ് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ആ ലിസ്റ്റിന്റെ സ്റ്റേറ്റ് ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കോമൺ എൻറ്റിറ്റി അല്ലെങ്കിൽ രണ്ട് സ്ക്രീനുകളിൽ ഷെയർ ചെയ്യുന്ന ആ ഒരു സെയിം കോമൺ എൻറ്റിറ്റിയെ ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു യൂസ് ക്രിയേറ്റ് ദാറ്റ് ഇൻസൈഡ് ദാറ്റ് ലിസ്റ്റ്. ഞാൻ ഇവിടുന്ന് ഇത് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മളുടെ പ്രൊവൈഡറിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഐ ജസ്റ്റ് ഡിക്ലെയർ ഇറ്റ് ഹിയർ. ഓക്കെ, ദെൻ ഇനി ഫസ്റ്റ് പേജിൽ നിന്നും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റ് അപ്പൻഡ് ആവുന്നുണ്ട്, ലിസ്റ്റിലേക്ക് പുതിയ എലമെന്റ് ആഡ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെ സെക്കൻഡ് പേജിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെയിം ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അപ്പൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ റീറൈറ്റ് ചെയ്യാണ് ചെയ്തത്, സെയിം കാര്യം അവിടെ ഒന്നുകൂടി എഴുതുകയാണ് ചെയ്തത്. സി ഐ എം ഗോയിങ് ടു ടേക്ക് ദാറ്റ് ഫംഗ്ഷൻ ഓൾസോ. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഫംഗ്ഷൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ എഴുതാൻ പോവാണ്. സി ഐ എം ഗോയിങ് ടു ടേക്ക് ദാറ്റ് ഫംഗ്ഷൻ void, let me give the name add. Okay, add numbers. Okay, then എന്തായിരിക്കും ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മൾ ലോജിക് എഴുതിയതാണ് സെയിം, അവിടെ നമ്മൾ സെറ്റ് സ്റ്റേറ്റിനകത്ത് എഴുതിയല്ലോ, ഇപ്പോൾ ഇവിടെ എറേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് എ ലോജിക്, ദിസ് ഇസ് എ ലോജിക്. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ എഴുതേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് ഈ നമ്പേഴ്സ് ലാസ്റ്റ്, അതായത് ലാസ്റ്റ് നമ്പർ ഏതാണോ അത് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും. ഞാൻ ആ സെയിം ലോജിക്ക് ഇവിടെ എഴുതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഫംഗ്ഷനെ എപ്പോ കോൾ ചെയ്തു അപ്പോ ഇതിനകത്ത് എന്ത് ചെയ്യും, ഇവിടെ ഒരു ചേഞ്ച് ഹാപ്പൻ ചെയ്യും. അതായത് ഇപ്പൊ ഇത് 5 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ ഇവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തും ഇതിന്റെ യു ഐയിൽ ഞാൻ ഇവിടെ ഈ ബട്ടൺ ക്ലിക്കിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോ ഇതിനകത്ത് എന്ത് ചെയ്യും, ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഇത് ഇവിടുന്ന് ചെയ്തപ്പോ അപ്പുറത്തെ പേജിലേക്ക് നമ്മൾ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ എന്ത് ചെയ്യും, ഈ കോമൺ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോഴും എന്ത് ചെയ്യും, ഒരു വാല്യൂ അല്ലെങ്കിൽ എത്ര തവണ ക്ലിക്ക് ചെയ്യുന്ന അത്രയും വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോട്ടിഫൈ ചെയ്യണം. ഈ നമ്പേഴ്സ് ലിസ്റ്റിനെ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തേക്കുന്നതാണ് എന്ത്, ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ. അപ്പൊ ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ ആ യു ഐ എലമെന്റിൽ അല്ലെങ്കിൽ ആ വിഡ്ജറ്റിൽ എവിടെയാണോ അതിനെ കൺസ്യൂം ചെയ്യുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് നിങ്ങളും എന്ത് ചെയ്യണം, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങളും എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡു യു ഹാവ് ടു റിഫ്ലക്ട് ദാറ്റ് ചേഞ്ചസ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു കോൾ ദ നോട്ടിഫൈ ലിസണേഴ്സ്. സി യു ഹാവ് എ മെത്തേഡ് കോൾഡ് നോട്ടിഫൈ ലിസണേഴ്സ് ആൻഡ് ഈ മെത്തേഡിന് എന്ത് ചെയ്തു, ഞാൻ കോൾ ചെയ്തു. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിക്കും, എപ്പോ നിങ്ങൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ നോട്ടിഫൈ ലിസണർ എന്ത് ചെയ്യും, നോട്ടിഫൈ ചെയ്യും ആൻഡ് സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻസൈഡ് ദിസ് ആൻഡ് ഡു ദ അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് ഇൻ യുവർ യു ഐ ഓൾസോ. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്, യുവർ പ്രൊവൈഡർ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ സിമ്പിൾ ആണ് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഗെറ്റർ സെറ്റർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ ആ എക്സാമ്പിൾ എടുത്ത് കാണിച്ച പോലെ എഴുതിയേക്കും, ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ദിസ് ഇസ് എ ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതിൽ ബേസിക് ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്തതാണ് ആൻഡ് ഇതാണ് എന്ത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഷാൾ വി മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അതായത് ഇതിൽ ഇനി അടുത്തത് എന്താണ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഇത് ഇതുവരെ കണ്ടിട്ട് എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഇതും ചെയ്തു നോക്കുക. ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ദിസ് വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പ്രൊവൈഡറിനെ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു നമ്മൾ ഇമേജ് ഓർമ്മ ഉണ്ടല്ലോ, അതായത് നമ്മൾ ആദ്യം എടുത്ത ഒരു ഇമേജ്, അതായത് ദിസ് തിങ് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊവൈഡർ ആയിരിക്കണം എന്ത്, നമ്മുടെ റൂട്ട് എലമെന്റ്, ഓർ അതർവൈസ് യു ഹാവ് ടു രജിസ്റ്റർ ദിസ് എലമെന്റ് ഇൻ ദ റൂട്ട്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ മെയിൻ ഡോട്ട് ഡാട്ടിൽ പോവുക, മെയിൻ ഡോട്ട് ഡാട്ട് എടുക്കുക. ഇവിടെ നോക്ക്, റൈറ്റ് നൗ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ ആപ്പ് ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബ്ലോക്ക് ഓർ ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡർ യു ഹാവ് ടു റാപ്പ് ഇറ്റ് വിത്ത് എ വിഡ്ജറ്റ്. ഈ വിഡ്ജറ്റ് ഏതായിരിക്കും, അതായത് ഈ വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഏത് വിഡ്ജറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് ഷുഡ് ബി
എ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ എന്നുള്ള വിഡ്ജറ്റ് ആയിരിക്കും. ആൻഡ് അതല്ലെങ്കിൽ മൾട്ടി പ്രൊവൈഡർ എന്നുള്ള വിഡ്ജറ്റ് ആയിരിക്കും. അപ്പൊ ഇത് എപ്പോഴായിരിക്കും അത് ഉപയോഗിക്കുന്നത്? ഈ മൾട്ടി പ്രൊവൈഡർ ആണോ അതല്ലെങ്കിൽ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ ആണോ എന്നുള്ള കാര്യം. സി റൈറ്റ് നൗ ഐ എം ഗോയിങ് ടു യൂസ് ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ. സി ഇഫ് യു ഹാവ് ഓൺലി എ സിംഗിൾ പ്രൊവൈഡർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ റാപ്പ് ഇറ്റ് വിത്ത് എ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ. ചേഞ്ച് and you will get the suggestion change notifier provider. ഇത് നമ്മളുടെ പ്രൊവൈഡർ പാക്കേജിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് യു ഹാവ് എൻ എറർ ഹിയർ. സി ഇവിടെ കൊണ്ടുപോയി മൗസ് നമ്മൾ ഓവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം അതിന് മാൻഡേറ്ററി ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. ക്രിയേറ്റ് എന്നൊരു പാരാമീറ്റർ അതിന് റിക്വയർഡ് ആയിട്ടുണ്ട്. ദെൻ അപ്പോൾ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സി ലെറ്റ് മീ ടേക്ക് ദിസ് ഔട്ട്. ഇത് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തു. ഇതില് എന്തുണ്ട്? യു ഹാവ് സംതിങ് കോൾഡ് ക്രിയേറ്റ് എന്നൊരു പാരാമീറ്റർ ഉണ്ട്. ഈ ക്രിയേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? You have an anonymous function, pass the context here, and that is going to return what? എന്തായിരിക്കും നമ്മളോട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്? You have to provide your package. No, package അല്ല, provider. That means numbers. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ number list provider and number list provider. Pass that. Okay. Then you have to pass the child. Write the child here, and the child should be നമ്മൾ കട്ട് ചെയ്ത അതായിരിക്കും നമ്മുടെ ചൈൽഡ്. അതായത് നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽ ആപ്പ് ഉണ്ട്, അതാണ് നമ്മുടെ ചൈൽഡ്. ഐ എം ഗോയിങ് ടു ഇവിടെ 2 ചൈൽഡ് വന്നിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു ചൈൽഡ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് യുവർ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ. ഡോണ്ട് ഫോർഗെറ്റ് ടു ആഡ് ദിസ്. ആൻഡ് ഇത് ഒരു സിംഗിൾ പ്രൊവൈഡറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊവൈഡറെ പാസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ദിസ് ഇസ് നോട്ട് എ റിയൽ കേസ്. റിയൽ കേസിൽ എന്തുണ്ടായിരിക്കും? ഒരു ആപ്പിനകത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡർ ചെയ്തിട്ടുണ്ടായി. ഇതിപ്പോ ഞാൻ ഈ ഒരു നമ്പർ ലിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊവൈഡർ എഴുതി. കാർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേറൊരു പ്രൊവൈഡർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കുറേ പ്രൊവൈഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതായിരിക്കില്ല വേണ്ടി വരുന്നത്. നമുക്ക് എന്ത് വേണ്ടി വരും? യു ഹാവ് ടു പാസ് മൾട്ടിപ്പിൾ പ്രൊവൈഡേഴ്സ്. അപ്പൊ അത്തരം സെനാരിയോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് റിട്ടേൺ ചെയ്യുന്നത് ചേഞ്ച് നോട്ടിഫയറിന് പകരം ദാറ്റ് ഷുഡ് ബി എ multi provider. ഇവിടെ എന്തായിരിക്കും? and it should be a multi provider. Let me change this to a multi provider. This should be multi provider. Okay, then multi provider accept ചെയ്യുന്നത്, and it is not going to accept this list, this create argument. ഇതിന് എന്തൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം പ്രൊവൈഡർ ക്ലാസ്സുകൾ ഉണ്ടോ അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പാസ് ചെയ്യാം. അപ്പൊ ഒന്നിലധികം കാര്യം ഒരു സ്ഥലത്ത് പാസ് ചെയ്യുന്നത് നമ്മളിവിടെ ഫ്ലട്ടറിനകത്ത് എപ്പോഴും ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ലിസ്റ്റ് ആയിരിക്കും. സോ യു ക്യാൻ പാസ് ദാറ്റ് ലിസ്റ്റ് ഹിയർ. ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പാസ് ചെയ്യാം. ആൻഡ് ലിസ്റ്റ് ഷുഡ് ബി ദ പാരാമീറ്റർ ഇസ് പ്രൊവൈഡേഴ്സ് ലിസ്റ്റ് ആണ്. പ്രൊവൈഡേഴ്സ്, ആൻഡ് ദിസ് ഇസ് എ പാരാമീറ്റർ പ്രൊവൈഡേഴ്സ്. ദെൻ പാസ് ദ ലിസ്റ്റ്. ആൻഡ് ഈ ലിസ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു പാസ് ദിസ്. ഇവിടെ പാസ് ചെയ്യണം. അതായത് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ വെറുതെ എഴുതി കൊടുത്താൽ പോരാ. ആൻഡ് ദിസ് ഷുഡ് ബി ദാറ്റ് ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അതായത് ഇത് ഇങ്ങനെയല്ല, ഇതിപ്പോ ഞാൻ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താണ്. ഇങ്ങനെയല്ല എഴുതേണ്ടത്. നമ്മൾ ആ ക്രിയേറ്റ് മെത്തേഡ് ഒക്കെ ഉണ്ടല്ലോ, ചേഞ്ച് നോട്ടിഫൈ, ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ ക്രിയേറ്റ്. ആൻഡ് ഹിയർ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? we have to paste it, and this should be, and one create is missing here. Then you have to write that create here. Create. Okay, now it is okay. And if you have one more provider, you can add like this. ഇതേപോലെ exactly change notify provider create, and this provider ഈ നെയിം എന്ത് ചെയ്യും? ഈ ക്ലാസ് നെയിം ഇത് മാറും, കാരണം വേറെ പ്രൊവൈഡർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് മൾട്ടി പ്രൊവൈഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിപ്പോ എന്താണ് ചെയ്തത് നമ്മൾ എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തത് ഇതാണ്. ദിസ് ഇസ് വാട്ട് വി ഡൺ ഹിയർ. നമ്മൾ എന്ത് ചെയ്തു? പ്രൊവൈഡർ അതിന്റെ റൂട്ടിൽ അത് ഇൻഹെറിറ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? റൂട്ട് എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയാം.
നൗ എന്ത് ചെയ്യും, ഈ പ്രൊവൈഡർ ഹാൻഡിൽ ചെയ്യുന്ന വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ വിഡ്ജറ്റ് ട്രീയിൽ എന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആരാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ലിസൺ ചെയ്യേണ്ടത്, അപ്പൊ എവിടെയാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ള കാര്യം എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഗോ ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു റൈറ്റ് ദ കോഡ് ഫോർ ദാറ്റ് തിങ്. അതായത് നമ്മളുടെ കൺസ്യൂമർ വിഡ്ജറ്റുകൾക്ക് നമുക്ക് കോഡ് എഴുതാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ ഉണ്ട്, ദെൻ മൾട്ടി പ്രൊവൈഡർ ഉണ്ട്. എപ്പോഴാണ് മൾട്ടി പ്രൊവൈഡേഴ്സ് ഉപയോഗിക്കുക എന്ന് ഓർത്തിരിക്കുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസ് വി റോട്ട് മൾട്ടി പ്രൊവൈഡർ. ഓക്കെ, ബിക്കോസ് ഒരു പ്രൊവൈഡർ ഒന്നും ആയിരിക്കില്ല ഒരു ആപ്ലിക്കേഷനകത്ത് ഉണ്ടാവുക, ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, നമ്മൾ ഹോം പേജിൽ വരിക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു കൺസ്യൂം ദിസ്. ദാറ്റ് മീൻസ് ആ ഒരു ലിസ്റ്റിൽ ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്ന കാര്യം ഇയാളാണ് എന്ത്, ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ ആണ് എന്ത് ചെയ്യേണ്ടത്, അതനുസരിച്ച് ആ ചേഞ്ചസിനെ റിഫ്ലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ലിസ്റ്റ് വ്യൂ ബിൽഡറിൽ ഇവിടെ വരിക, അതായത് റാപ്പ് ദിസ് വിത്ത്, അതായത് ഇവിടെ എറേഴ്സ് ഉണ്ടായിരിക്കും. ലെറ്റ് മീ റിമൂവ്, ഐ ഡോണ്ട് വാണ്ട് ദിസ് ഹിയർ, ഇത് എനിക്ക് ആവശ്യമില്ല, സെറ്റ് സ്റ്റേറ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. I just remove this thing from here, and അതുകൊണ്ട് തന്നെ ആ നമ്പേഴ്സ് ലിസ്റ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എറേഴ്സ് ഉണ്ടായിരിക്കും. വിൽ കറക്റ്റ് ദാറ്റ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഫിക്സ് ഇറ്റ് സൂൺ. അപ്പൊ ഇവിടെ വന്നിട്ട് ഏത് ട്രീ ആണ്, അതായത് ഈ ഒരു വിഡ്ജറ്റ് ട്രീ ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ആ വാല്യൂവിനെ കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ റാപ്പ് വിത്ത് ദ കൺസ്യൂമർ വിഡ്ജറ്റ് എന്ന് എഴുതുക. കൺസ്യൂമർ, the widget name is consumer. Okay, then go to your, why you have an error here, let me import that. Okay, provider package import ചെയ്യണം. You have to import the provider package, and you have error here. Let me cut this out. ഈ കൺസ്യൂമർ പാക്കേജ് എന്ന് പറയുന്നത് സിമ്പിൾ ഒരു ചൈൽഡ് അല്ല അതിനുള്ളത്, അതിന് ബിൽഡർ ആണുള്ളത്. അതായത് അപ്പൊ എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് ദ ബിൽഡർ. ഓക്കെ, അതായത് കൺസ്യൂമർ ഇസ് കൺസ്യൂമിങ് ദാറ്റ്, ആ പ്രൊവൈഡറിനാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇറ്റ് ഈസ് ഗോയിങ് ടു കൺസ്യൂം ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ പറയണം. ബിൽഡർ നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ബിൽഡർ, ആൻഡ് യു ഹാവ് ടു പാസ് ദ കോണ്ടെക്സ്റ്റ് ഹിയർ. നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് ദ കോണ്ടെക്സ്റ്റ്, അതായത് ഏത് കോണ്ടെക്സ്റ്റ് ആണെന്ന് പാസ് ചെയ്യണം. ദെൻ ലൈക്ക് ദിസ്, യു ഹാവ് ടു പാസ് ദ context here. Okay, then I'm going to give a name for this model. അതായത് ഇതിപ്പോ number list ആണ്. I'm going to give numbers list model, and this is just a name. You can give any name here. Then the last property is child. എന്താണ് അതിന്റെ child എന്ന് എന്ത് ചെയ്യണം, you have to pass. So you can pass child here. Then this is going to return, I think I have an error. Let me fix it. No need of this child here. Already I have a child of cut it. Okay. And what is the error? Widget function will context dynamic. Okay, let me fix it. ഓക്കെ, നമുക്കത് ഒന്നുകൂടി എഴുതാം. ഇത് റിട്ടേൺ ചെയ്യുന്നത്, ഞാനത് ഇടയ്ക്ക് എറർ തന്നു, അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ കാണാതെ ഓഫ് ക്യാമറ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി യു വോണ്ട് ഗെറ്റ് എൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ ഇതാണ് ഞാൻ ചെയ്തത്, റിട്ടേൺ, ഇറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ കൺസ്യൂമർ. ഓക്കെ, കൺസ്യൂമർ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആ പ്രൊവൈഡർ ഏത് ടൈപ്പ് ആണ്, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദ ടി, ആൻഡ് യു ഹാവ് ടു പാസ് ദ പ്രൊവൈഡർ. നമ്മുടെ പ്രൊവൈഡറിന്റെ പേര് നമ്പർ ലിസ്റ്റ് പ്രൊവൈഡർ. ഓക്കെ, ദെൻ ഇത് ഒരു വിഡ്ജറ്റ് ആണ്, ആൻഡ് യു ഹാവ് ടു പാസ് സംതിങ് കോൾഡ് എ ബിൽഡർ. ഓക്കെ, ബിൽഡർ ലൈക്ക് ദിസ്, ആൻഡ് ബിൽഡർ എന്ത് ചെയ്യും, builder will accept the context. Okay, then you have
something called number list model, and you can give any name here. This is just a name. നമ്മൾ ആ ബിൽഡറിനെ ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് അതിൽ നിന്ന് വരുന്ന വാല്യൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി. Then ഇവിടെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? You have something called a child, and this is going to return. ഇത് റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത നമ്മുടെ കയ്യിലൊരു സ്കഫോൾഡ് ഉണ്ട്, ആൻഡ് ഇതാണ് എന്ത് ചെയ്ത് ഞാൻ നേരത്തെ ഇത്. ആൻഡ് ഈ എററിന് കാരണം ഇതിനുള്ളിൽ ആ നമ്പേഴ്സ് ഒക്കെ കിടക്കുന്നതാണ് എററിന് കാരണം. നേരത്തെ അത് വരാഞ്ഞത് അതെല്ലാം കൂടി മൊത്തത്തിൽ എറർ ആയതുകൊണ്ടാണ്. ആൻഡ് ഒബ്വിയസ്ലി ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് എന്ത് വേണം? ലാസ്റ്റ് ഒരു സെമിക്കോളം വേണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിനെ കൺസ്യൂം ചെയ്യാം. അതായത് ഈ നമ്പർ ലിസ്റ്റ് മോഡൽ എന്ന് പറയുന്ന ഇതിൽ എന്തുണ്ടായിരിക്കും? ഇതിനകത്തുള്ള ദിസ് ഇസ് ആൻ ഒബ്ജക്ട് ഓഫ് ദിസ് ക്ലാസ്. അപ്പൊ ഇതിലെ ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് യു ക്യാൻ ആക്സസ് ദ മെത്തേഡ്സ് ആൻഡ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് എന്തുണ്ട്? യു വാണ്ട് ടു ആക്സസ് ദാറ്റ് ലിസ്റ്റ്. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഐ ഡോണ്ട് വാണ്ട് ടു പാസ് ദിസ് ഹിയർ. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല? ലിസ്റ്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോയിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ട, നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നില്ല? യു ആർ നോട്ട് ഗോയിങ് ടു പാസ് എനിത്തിങ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഐ നീഡ് ദിസ് ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദിസ് ഹിയർ. അതായത് ഇവിടെ നമ്മളൊന്നും പാസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ആൻഡ് സെക്കൻഡ് പേജിൽ അപ്പോൾ ഇവിടെയുള്ള എറർ എന്തായിരിക്കും? അവിടെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പാരാമീറ്റർ ഉണ്ട്, ആൻഡ് യു ഹാവ് ടു റിമൂവ് ദാറ്റ് ഓൾസോ. ഐ ഡോണ്ട് വാണ്ട് ദിസ് ഹിയർ. ഇത് എനിക്ക് ഇവിടെ ആവശ്യമില്ല, ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു പാസ് എനിത്തിങ് ഫ്രം ഹിയർ. അതായത് ഇവിടെ നമ്മളൊന്നും പാസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ അവിടെ എറർ ഇല്ല. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻഡ് ദിസ് ഇസ് എ കണ്ടെയ്നർ ആൻഡ് ദ കൺസ്യൂമർ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്, ആൻഡ് ദിസ് ഷുഡ് ബി number. You have to call that object number list model dot you will get the numbers list, and this list is coming from your provider class, and this is the list. Okay, then dot you can call the last. Actually that is a list, so you can call the last element last. Okay, then ഇനി ഇവിടെ ഇതിന്റെ കൗണ്ട് എന്തായിരിക്കും? ഇതിന്റെ കൗണ്ടും എക്സാക്ട്ലി ഇതേപോലെ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് എന്നല്ല, ആൻഡ് യു ഹാവ് ടു കോൾ ദിസ് തിങ് ലൈക്ക് ദിസ്. ഓക്കെ, numbers dot length, and this is numbers of index to string എന്നായിരിക്കും. number list model dot numbers of index to string. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഫിക്സ് ചെയ്തു. അതായത് ഇതിനകത്ത് എറേഴ്സ് ഒന്നുമില്ല. ആൻഡ് സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് പേജിൽ എന്തായിരിക്കും? സെക്കൻഡ് പേജും ഇതേപോലെ തന്നെയാണ്. വാട്ട് വി ഹാവ് ടു ഡു, ഇവിടെ നമ്മൾ ഒരു ലിസ്റ്റ് പാസ് ചെയ്തിരുന്നു, ഇവിടെ നമ്മൾ ലിസ്റ്റ് ഒന്നും പാസ് ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് വി ആർ ഗോയിങ് ടു റാപ്പ് ദിസ് വിത്ത് ദ സെയിം സ്കഫോൾഡ്. അതായത് ഇതേ കാര്യം വെച്ച് റാപ്പ് ചെയ്യാണ്. ലെറ്റ് മീ കോപ്പി ദിസ്. ഇതേ കാര്യമാണ് അവിടെ എനിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതന്നെ നമ്മൾ ഇവിടെ സെയിം ആണ്. മേ ബി വേറൊരു ആപ്പിൽ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഐ ജസ്റ്റ് കോപ്പിഡ് ദിസ് തിങ്. ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് സെക്കൻഡ് പേജിൽ വന്നു. സെക്കൻഡ് പേജിൽ വന്നിട്ട് ലെറ്റ് മീ റിമൂവ് ദിസ് സ്കഫോൾഡ്. ഇത് മാറ്റിയിട്ട് ഞാൻ ഇത് എന്ത് ചെയ്തു? ഇവിടെ ചെയ്തു. ആൻഡ് യു നീഡ് ടു ഇമ്പോർട്ട് ദിസ് തിങ്. പ്രൊവൈഡർ പാക്കേജ് എന്ത് ചെയ്യണം? ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. നമ്പർ ലിസ്റ്റ് പ്രൊവൈഡർ ഇമ്പോർട്ട് ചെയ്യണം. Okay, and you need to import the provider because consumer വരുന്നത് provider package എന്നാണ്. Provider import ചെയ്തു. Okay, so you don't have any errors here. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു റൈറ്റ് ദ കോഡ്. അതായത് അവിടെയാണ് നമ്മൾ എന്ത് സ്റ്റേറ്റ് ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ വരിക. നൗ ഇറ്റ് ഈസ് ബ്ലാങ്ക് ഹിയർ. നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ദ മോഡൽ ഹിയർ. യു ഹാവ് സംതിങ് ലൈക്ക് number list model and call that object number list model. It's not ഇതിനല്ല കോൾ ചെയ്യേണ്ടത്, ഈ മോഡലിനെയാണ് കോൾ ചെയ്യേണ്ടത്. number list model dot we have something called add numbers, not add listeners, it's add numbers. Okay, ഇപ്പൊ എന്ത് ചെയ്യും? ആഡ് നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ലോജിക് എഴുതിയിട്ടുണ്ട്. ആൻഡ് അതെന്ത് ചെയ്യും? അത് ട്രിഗർ ചെയ്യും. ദെൻ അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ചേഞ്ച് നോട്ടിഫയർ ട്രിഗർ ചെയ്യും. ചേഞ്ച് നോട്ടിഫയർ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ കൺസ്യൂം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? അതനുസരിച്ച് എന്ത് ചെയ്യും? ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, കം ടു ദ സെക്കൻഡ് പേജ്.
do this also here. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? We are going to add this thing here. Okay. Now take a look at your console window. There is no errors, and I am getting some debug messages here. I don't know what is that. Then let me reboot it. ഞാൻ ആപ്പ് ഒന്ന് റീബൂട്ട് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യം. ഓക്കെ, now your app is rebooted and let me click here. No, റീബൂട്ട് ആയിട്ടില്ല, റീബൂട്ട് ആയി വരുന്നേ ഉള്ളൂ. ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ദെൻ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ് മാറി ഇവിടെ. ലെറ്റ് മീ ക്ലിക്ക് അഗെയിൻ. ദെൻ അപ്പം എന്ത് ചെയ്യണം? ഇത് 11 ആവണം. ഇത് 11 ആയി. ആൻഡ് ഐ എം ഗോയിങ് ടു മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. അടുത്ത പേജിലേക്ക് പോയി. അടുത്ത പേജിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതേ ഫംഗ്ഷനാലിറ്റി അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഡു ദ സെയിം ആൻഡ് യു ക്യാൻ സീ ദ സ്റ്റേറ്റ് ബോത്ത് ആർ സെയിം. ദെൻ ക്ലിക്ക് ചെയ്യും. അവിടെ എന്ത് ചെയ്തു? നൗ ഇറ്റ് ഈസ് 12. ഇതെന്ത് ചെയ്യും? ഒരു തവണ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? അത് 12 ആയി മാറും. പക്ഷെ തിരിച്ച് നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ആദ്യം ചെയ്ത ആപ്ലിക്കേഷൻ അത് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുന്നില്ല? ആ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നുണ്ടായില്ല. ദെൻ ഗോ ബാക്ക്. നൗ ഇറ്റ് ഈസ് 12. ദെൻ ഗോ ബാക്ക് ടു പ്രീവിയസ് പേജ്. പഴയ പേജിലേക്ക് പോയി ആൻഡ് it is still it is still 11 here and let's check what is happening here. And ഇത് നമ്മളെ ആപ്പ് റീലോഡ് ആയി വന്നിട്ടില്ല, അതുകൊണ്ടാണ് പഴയ സ്റ്റേറ്റ് തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് റീബൂട്ട് ആയി വന്നിട്ടില്ല. ഓക്കെ, let's wait for the app to reboot and my laptop is very slow, that's the issue. Okay, excuse me for that slowness. Actually I thought ഇത് റീലോഡ് ആയി വന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഒന്നുകൂടി ചെയ്യാം. Now click here. Then it is ഇതിപ്പോൾ എന്തായിരിക്കും? 13 ആയിട്ട് വരണം. ബിക്കോസ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അപ്പുറത്തുനിന്ന് 12 ആക്കിയിട്ടുണ്ട്. ഇവിടെ അത് എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി 13. ഓക്കെ, ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തു ആൻഡ് ഐ ഹാവൻ ഗോട്ട് എനിത്തിങ് ഹിയർ. നോ, ഇറ്റ് ഈസ് നോട്ട് ട്രിഗറിങ്. ഓക്കെ, ലെറ്റ്സ് ഫിഗർ ഔട്ട് വാട്ട് ഈസ് എറർ. പ്രോഗ്രാമിംഗ് തന്നെയാണല്ലോ, അതായത് എറേഴ്സ് വരും. അപ്പോൾ അതെന്താന്നുള്ള കാര്യം ഞാനിത് വേറെ എവിടെ നോക്കാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കൂടെ തന്നെ ഇത് പറയുന്നതിന്റെ കൂടെ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. മേ ബി ലെറ്റ്സ് ഫിക്സ് വാട്ട് ഈസ് എറർ. ദെൻ ഗോ ടു ദ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിലേക്ക് പോയി അവിടെ എന്ത് ചെയ്യണം? ഈ സെയിം കാര്യം ഹാപ്പൻ ചെയ്യണം. ഓക്കെ, ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയില്ലോ നോക്കട്ടെ. പ്രൊവൈഡർ രജിസ്റ്റർ ചെയ്തു, ദെൻ ലിസണർ ആഡ് ചെയ്തു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലിസണിങ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഓക്കെ, അതിൽ എറർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. വേറെ ചേഞ്ചസ് ഒന്നും ഞാൻ കോഡിൽ വരുത്തിയിട്ടില്ല. ഓക്കെ, then this is our app. I just tried some increments like this. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് ഇപ്പോൾ 8 കാണുന്നത്. അത് ലോഡ് ചെയ്ത് വന്ന സ്റ്റേറ്റ് അല്ല. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ദിസ് ഇസ് അവർ ഫസ്റ്റ് പേജ്. നൗ ഇറ്റ് ഈസ് 9. ഓക്കെ, ഗോ ടു ദ സെക്കൻഡ് പേജ്. അടുത്ത പേജിലേക്ക് പോവാണ്. അടുത്ത പേജ് നൗ ഇറ്റ് ഈസ് 9 ഹിയർ. then let me increment this from here. ഞാൻ ഇവിടുന്ന് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. അതെന്ത് ചെയ്യും? now that will become 10. okay, let me click here. okay, now it is 10. നമ്മൾ നേരത്തെ ഇഷ്യൂ തിരിച്ചു വരുമ്പോൾ എന്തായിരുന്നു? ഫസ്റ്റ് പേജിൽ എന്തായിരുന്നു? അവിടെ 9 തന്നെ ആയിരുന്നു. ഓക്കെ, ദെൻ ഗോ ബാക്ക്. ഇപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്ത് കാണണം? നൗ ഇറ്റ് ഈസ് 10. ഓക്കെ, നൗ വി ആർ ഹാൻഡ്ലിംഗ് ദ സ്റ്റേറ്റ് പ്രോപ്പർലി യൂസിങ് പ്രൊവൈഡർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡർ ഉപയോഗിച്ച് സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യം, വേറൊരു കാര്യമുണ്ട്. ആൻഡ് പ്രൊവൈഡർ ഡോട്ട് ഓഫ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, ലെറ്റ് മീ ട്രൈ ദാറ്റ്. ഞാനിവിടെ I'm going to create something here, a class, an object of that class. അതായത് നമ്മളുടെ പ്രൊവൈഡർ ക്ലാസിന്റെ അതായത് പ്രൊവൈഡർ ഡോട്ട് ഓഫ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? I'm going to create an object. See, I don't know how to explain that. Okay, I'll create it. Final number provider equal to, call the provider provider dot of context
Okay, then you have to mention the provider, and ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രൊവൈഡർ ഏതാണെന്ന് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ദാറ്റ് ക്ലാസ്, ദാറ്റ് ഈസ് നമ്പർ ലിസ്റ്റ് പ്രൊവൈഡർ. അതായത് നമ്മളുടെ ക്ലാസിന്റെ പേര് നമ്പർ ലിസ്റ്റ് പ്രൊവൈഡർ. ഓക്കെ, ദെൻ പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതി. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ദാറ്റ് കൺസ്യൂമർ ഹിയർ. ഞാനിവിടെ ഈ കൺസ്യൂമർ എഴുതാതെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് ദിസ് കൺസ്യൂമർ, ബട്ട് നോർമലി നമ്മൾ എഴുതുന്ന ഈ സ്കഫോൾഡ് വിഡ്ജറ്റ് മാത്രം എഴുതിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് നിന്ന് ഈ കൺസ്യൂമർ ഇത് ഒഴിവാക്കി, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ യുവർ നോർമൽ സ്കഫോൾഡ് ആൻഡ് പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഇവിടെ കെറേഴ്സ് ഉണ്ടായിരിക്കും, ബിക്കോസ് നമുക്ക് എന്തില്ല, ഈ നമ്പർ ലിസ്റ്റ് മോഡലൊന്നുമില്ല. പക്ഷേ ഇതിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ പ്രൊവൈഡർ, യു ക്യാൻ കോൾ ദാറ്റ് നമ്പർ പ്രൊവൈഡർ ഒബ്ജക്റ്റ്, നമ്പർ പ്രൊവൈഡർ. ഓക്കെ, ഒബ്ജക്റ്റിനെ കോൾ ചെയ്തു, ദെൻ യു ക്യാൻ ആക്സസ് ദാറ്റ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ദിറ്റ് ഷുഡ് ബി നമ്പർ പ്രൊവൈഡർ, number, call the provider, then here also it is number provider. Okay, that should be small letter, number provider. Okay, then come down, you have number list model here, use the number provider here, number provider. Okay, anything else? Okay, that's it. Okay, let's reload it. നമുക്കൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് ഈ സെയിം കാര്യം നമുക്ക് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, റീബൂട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, റീബൂട്ടായി വരട്ടെ. ഓക്കെ, ഓക്കെ, നമ്മുടെ ആപ്പ് റീലോഡായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, now the counter is 7, then click here and it is increased to 8, then go to the next page. Now you have you are expecting 8. Okay, that is 8. Then I am going to increase this from here. I just increased it to 9, and one more time it is 10. Okay, let me click it. It is 10. Why? Okay, it is 10. Then go back. ഞാൻ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി, പഴയ പേജിലേക്ക്. Now it is 10. സോ അപ്പോൾ നമ്മൾ കൺസ്യൂമർ വിഡ്ജറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം, അതല്ലെങ്കിൽ യു ക്യാൻ ഡു പ്രൊവൈഡർ ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിം കാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. മേ ബി ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നും. ഇറ്റ് ഈസ് നോട്ട് സച്ച് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ആൻ ഈസിയസ്റ്റ് തിങ്. ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലായാൽ മതി. നമുക്ക് എന്ത് വേണം, you need to create a provider class that is extended from the change notifier. Then you can implement all your logic in there. അതായത് പ്രൊവൈഡർ എന്തിനാണോ പ്രൊവൈഡർ അല്ലെങ്കിൽ ലിസൺ ചെയ്യേണ്ടത്, ആ മെത്തേഡ്സും ആ വേരിയബിൾസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ എഴുതാം. ദെൻ എവിടെയാണോ നിങ്ങളൊരു ചേഞ്ച്, ഇപ്പൊ ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്, ആ മെത്തേഡിലെ സം വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് നോട്ടിഫൈ ലിസണേഴ്സ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നോട്ടിഫൈ ചെയ്യില്ല. then എവിടെയാണോ നിങ്ങൾക്ക് അതിനെ കൺസ്യൂം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, അതിനെ ഒന്നെങ്കിൽ റാപ്പ് വിത്ത് കൺസ്യൂമർ ചെയ്യാം, അതല്ലെങ്കിൽ ഇതിപ്പോ ഇവിടെ നമ്മൾ ഇത് നോക്കുക, ഇതിനകത്ത് ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിനെ യുവർ ഹോം പേജ്, ഇവിടെ ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ അതിനെ റാപ്പ് ചെയ്തത്. സപ്പോസ് എനിക്ക് ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇല്ല, എനിക്ക് ബോഡി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഗോ ടു യുവർ ബോഡി ഏരിയ, യു ക്യാൻ റാപ്പ് ഇറ്റ് ഹിയർ. ഈ ബോഡിയിലുള്ള ഒരു ബട്ടൺ ആണ് എന്ത് ചെയ്യുന്നത്, ഇതൊരു കോളമാണല്ലോ, ആ കോളത്തിൽ എലവേറ്റഡ് ബട്ടൺ ആണ്, ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് മാറുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്കഫോൾഡിനെ മൊത്തത്തിൽ റാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ റാപ്പ് ഇറ്റ് വിത്ത് ദിസ് വിഡ്ജറ്റ്, കൺസ്യൂമർ വിഡ്ജറ്റ്. അല്ലെങ്കിൽ ആരാണോ കൺസ്യൂം ചെയ്യുന്നത് അയാളുടെ അവിടെ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി, അവിടെ അതിനെ മാത്രം എന്ത് ചെയ്താൽ മതി, റാപ്പ് ചെയ്താൽ മതി. പക്ഷെ എന്തുണ്ടായിരിക്കില്ല, ആ വിഡ്ജറ്റിന്റെ ചൈൽഡ് ആയിട്ട് വരുന്നതിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ആ സബ് ട്രീയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ മുകളിലുള്ളവർക്കൊന്നും എന്ത് ചെയ്യില്ല, അതിനെ കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് ഈ സ്കഫോൾഡിലുള്ള ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ അകത്ത് എന്ത് ചെയ്യണം,
ഈ ഒരു ഫംഗ്ഷനാലിറ്റി എഴുതേണ്ടതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിനെ റാപ്പ് ചെയ്തത്. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, യു ഹാവ് ടു രജിസ്റ്റർ യുവർ പ്രൊവൈഡർ ഇൻ ദ മെയിൻ ഡോട്ട് ഡാട്ടിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾക്ക് ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മൾട്ടി പ്രൊവൈഡർ ഉപയോഗിക്കാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസ് വി യൂസ് മൾട്ടി പ്രൊവൈഡർ ബിക്കോസ് ഒന്നിലധികം പ്രൊവൈഡേഴ്സ് എന്തുണ്ടായിരിക്കും നമ്മളുടെ ആപ്ലിക്കേഷനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഐ തിങ്ക് യോ ഡൗട്ട്സ് ആർ ക്ലിയർ. അതായത് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. And watch the video, like ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Okay, then you can share the video to your friends and please comment something in your comment box, in my comment box, like if you like the video, write some comments. Okay, uh, thank you for watching. Have a good day.